ഹലോ ഗൈസ്, ഇതാണ് ഫൈനൽ പാർട്ട്. ഇതിൽ നമ്മൾ സ്പോയിലർ വെക്കും. അപ്പോൾ സ്പോയിലർ ഇങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിലാണ് ഇതാ ഇങ്ങനെ ഹൈറ്റിൽ വെക്കും, എന്നിട്ട് സെറ്റാക്കും. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം പാടും വേണം. ഗാരേജ് ഉണ്ടോ എന്ന് നോക്കാം. ഗാരേജ് ഉണ്ട്, ബൈക്കിനുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ സെറ്റിങ് നോക്കാം. കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരേ അളവാകാൻ വേണ്ടി മടക്കാണ്. അപ്പോൾ നമ്മൾ എടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതാക്കാണ്. അപ്പം ഇതും ചെറുതാക്കുക. അപ്പം അതാ ഇങ്ങനെയാണ് സംഭവം. ഇപ്പം നമുക്കിത് ഇങ്ങനെ നിർത്തിപ്പിക്കുമ്പോൾ ഉള്ള നോക്കട്ടെ ഔട്ട് എങ്ങനെയാണ്. നമുക്ക് ഇതിൽ ലോവർ ചെയ്താലോ എന്നുണ്ട്. ലോവർ ചെയ്ത് നോക്കാം. അപ്പോൾ അതങ്ങനെ ഉണ്ടാവുക. അപ്പം നമുക്ക് ഇത് ഒട്ടിക്കാൻ വെക്കാം. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്ത സാധനമൊക്കെ മാറ്റിവെക്കുക. പത്തിരി മാറ്റി വരിക. ഹോമിനെടുത്ത് ഇവിടെയും വെക്കാം. കാണുന്നുണ്ടോ? അപ്പം നമുക്ക് സ്പോയിലർ വെക്കാം. ഇതെടുക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ല, നമ്മൾ ജിപ്സിൻ്റെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ്. അപ്പം നീളം കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ചെയ്യാം. ഇവിടെ തേക്കാണ്. നമ്മൾ സ്ട്രോങ്ങിലാണ് ബിൽഡ് ചെയ്യുന്നത്. വെട്ടാനും തട്ടിപ്പൊട്ടും പേടിയുണ്ടായത് കൊണ്ട് നമ്മൾ ഇത്തിരി സ്ട്രോങ്ങിലാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പോയിലർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സ്റ്റമ്പ് വെച്ചിട്ട്. ഇത് എടുത്തപ്പം വീഡിയോ ഓണല്ലേ ഇനി. ഇപ്പം ഒന്നും കൂടി ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഉണങ്ങാൻ വെക്കുക. അപ്പോൾ ഗൈസ് ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഒന്നിൻ്റെ വർക്ക് സ്പോയിലർ അവിടെ ഉണങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടയർ ഉണ്ടാക്കാം. ഇനി ടയർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചാൽ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അളവൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ ടയർ എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാം. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം. അപ്പോൾ ഗൈസ് നമ്മൾ ടയർ കട്ട് ചെയ്യാം. ഈ ടയറിൽ ഇത്തിരി പ്രത്യേകതയുണ്ട്. നമ്മൾ മുറിക്കുക. നമ്മളിത്തിരി ടയറിൻ്റെ റിമ്മ് ഇത്തിരി ഉള്ളോട്ടേക്കായിട്ടാണ്, ബാക്കിയൊക്കെ പുറത്തോട്ടേക്ക്. അയ്യോ, അപ്പം അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട്.
ഇതാണ് ടയറിൻ്റെ അളവ്. ഇത്രയേ ഉള്ളൂ. ജിപ്സിൻ്റെ കാട്ടിയും ടയർ ചെറുതാണ്. ഇതിന് പറ്റുമ്പോൾ ഇത്തിരി കുറയ്ക്കേണ്ടി വരും. കുറയ്ക്കണം. അപ്പം ഇതൊക്കെ കുറയ്ക്കുമ്പോൾ ഗൈസ് കുറയ്ക്കണം. ഇതൊക്കെ കുറച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ അളവെടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ടയർ ഉണ്ടാക്കുന്ന ചെറുങ്ങനെ സ്കിപ്പ് ചെയ്യാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടയറിൻ്റെ നമ്മൾ ചാനലിലിട്ടുണ്ട്. അതുകൊണ്ട് ടയർ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് സ്പോയിലർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇവിടെ ഇതാണ് സ്പോയിലർ. നമ്മൾ ഇവിടെ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇതാ ഇവിടെ ആയിട്ട് വരിക സ്പോയിലർ. ഇപ്പം സെറ്റായിട്ടുണ്ട്. ലോവറൊക്കെ ചെയ്തിട്ട് ഫുള്ള് ഗ്രൗണ്ട് ക്ലിയേഴ്സ് ഒന്നും ഇല്ലാത്ത പോലെ നല്ല കുറയ്ക്കും. അപ്പം നമുക്ക് ഈ സ്പോയിലർ നമ്മൾ ടയർ അളവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ സെറ്റാക്കണം. അത് സ്കിപ്പ് ചെയ്ത് ഇനി നമുക്ക് പെയിൻ്റ് അടിക്കാം. അപ്പം നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അടിക്കൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ സ്പോയിലർ പെയിൻ്റ് കുലുക്കുന്നു. അപ്പോൾ പെയിൻ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇത്തിരി അടിക്കുന്നു. അപ്പം സ്പോയിലർ അടിച്ചു തുടങ്ങാം. നമ്മൾ പെയിൻ്റ് അടിക്കുന്ന നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അടിയിലായിട്ടാണ്. ഫോണിന് ഇത്തിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ആണുണ്ടോ എന്ന് പറഞ്ഞൂടാ. ഇവിടെയാണ് പെയിൻ്റ് അടിക്കാൻ പോകുന്നു. ഇത്തിരി അടിച്ച് ഇനിയും അടിക്കാം. ഇങ്ങനെ അടിച്ചാണ്. ഇതൊരു സ്പോർട്സ് കാർ പോലെ ആക്കാണ്. സ്പോർട്സ് കാർ പോലെ സ്പോർട്സ് കാർ ഒന്നിയാണ്. അപ്പോൾ നമുക്ക് ലോവറൊക്കെ ചെയ്യണം. ടയർ ഉണ്ടാക്കാനാ ഗൈസ് പാട്. ടയർ ഇത്തിരി മെനക്കെട്ട പണിയാ. ഫോം ഷീറ്റിൽ ഇവിടെ ഫോം ഷീറ്റ് കിട്ടാനില്ല. അതാണ് ഫോം ഷീറ്റിൽ ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഫോം ഷീറ്റിൽ പെട്ടെന്ന് കഴിയണേ. ഫോം ഷീറ്റ് പാടാണോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ ഉപയോഗിച്ചില്ല. ഇനി കിട്ടുമ്പോൾ നമ്മൾ ടയർ ചിലപ്പം ഫോം ഷീറ്റ് കൊണ്ടിരിക്കും ഉണ്ടാക്കുക. ഇതുവരെ കിട്ടിയില്ല. കിട്ടുമ്പോൾ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെയായി സ്പോയിലർ. ഇവിടെയും ഇവിടെ അടിക്കുക. ബാക്കിൽ അടിച്ചു കൊടുക്കാം.
അയ്യോ അപ്പം അങ്ങനെയുണ്ട് തിരിയാര നമ്മൾ എടുത്ത് വെക്കുമ്പോൾ തന്നെ ആണെങ്കിലോ ഇനി നമ്മൾ ഇനി ടയർ ഉണ്ടാക്കിയിട്ട് അല്ല ഇത് ഫിറ്റ് ചെയ്തിട്ട് കാണാം കയ്യിലൊക്കെ ബ്രഷ് മാറ്റി വെക്കാം അപ്പം അത് ഉണങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്ന കാണിച്ചാൽ അപ്പോൾ ഇത് ഉണങ്ങാൻ വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് വെക്കും തന്നെ ബാക്ക് വ്യൂ സെറ്റാണ്. അപ്പം നമുക്ക് പക്ഷെ അത് ബാക്കിൽ കാണിച്ചു തരാം. ഇതാണ് ബാക്ക് ലുക്ക്. അപ്പോൾ നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കാം. ഇവിടെ പശ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടിക്കൽ എല്ലാ സാധനം ഇവിടെ എത്തിയത്. ഇനി ഇവിടെ ഒട്ടിക്കുക. ഒട്ടിക്കുക. തേച്ചുണ്ട്. ഇനി വണ്ടി ഇങ്ങോട്ട് പോരട്ടെ. അപ്പോൾ വണ്ടി വരുമ്പം നമ്മൾ ക്യാമറ എടുക്കുന്നു. ഇവിടെ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. കറക്റ്റ് അളവൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു 2 മിനി റിമോട്ട് കൺട്രോൾ ഒന്നില്ലേ അതുപോലെ ഉണ്ട്. ഇപ്പം നമ്മളെ കട്ടപ്പുറത്തുനിന്ന് ഒത്തിരി മാറ്റാണ്. അങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെയാണ് സാധനം. പൊടിയും പൊട്ടിക്കാം. ഇപ്പം കറക്റ്റായി. ബാക്കും ഓക്കെ. ഇപ്പം സെറ്റ്. അപ്പം ഇതിങ്ങനെ ഇപ്പോൾ സാധനം ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒമ്നീനെ കാണാൻ സെറ്റായിട്ടുണ്ട്. നമുക്ക് ടയർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ ഇത് വെക്കണം. ഏത് ടയർ വെച്ചിട്ട് ലോവർ ചെയ്യണം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരിക. ടയർ അതിൻ്റെ ഉള്ളിലേക്കാണ് വരിക. പുറത്തോട്ടേക്ക് വരുമ്പോൾ മോൺസ്റ്റർ പോലെ ഉണ്ട്. മോൺസ്റ്റർ ട്രക്ക് പോലെ
അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്കാണ്. നമ്മളെ ബസ്സില്ലേ, ബസ്സിൻ്റെ ടയറൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയ ബസ്സിൽ വെച്ച്. അപ്പോൾ അതുപോലെ ഉള്ളോട്ട് അങ്ങനെ വെക്കാണ്. അപ്പോൾ അത് ഉണങ്ങും തന്നെ നമുക്ക് ടയർ സെറ്റ് ചെയ്യാം. ഗൈസ്, ഇത് ഫൈനൽ പാർട്ടാണ്. ഒന്നിൻ്റെ ലോവറും ചെയ്യും, സൈഡ് സ്കേർട്ടൊക്കെ വെച്ചിട്ട് സെറ്റാക്കുമ്പോൾ ടയർ സെറ്റ് ചെയ്ത്, ഇതാണ് ടയർ ബാക്ക്. ഇത് അപ്പം നമുക്ക് എങ്ങനെ സൈഡ് സ്കേർട്ടൊക്കെ ബമ്പറൊക്കെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾ കട്ടപ്പുറത്ത് വെക്കാം. അപ്പോൾ വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി പശ എടുക്കണം. പശ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഇവിടെ ആയിട്ട് തേക്കുകയാണ്. ഇത്തിരി ഇവിടെ അങ്ങനെ ഓവറായി പോയത്, ഇത്തിരി ഓവറായി. എന്നിട്ട് ഇവിടെ അങ്ങനെ വെച്ചെടുക്കുന്നു. അപ്പം താഴെ നിന്ന് ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം ഇത്തിരി പൊന്തിക്കാം. ഇത്തിരി പൊന്തിക്കുമ്പോൾ ഓർ പൊന്തത്ത് ഇത് മതി. അപ്പോൾ ഓക്കെ, ഇത് മതി. എന്നിട്ട് ഇടയ്ക്ക് തെറ്റിപ്പോരുത് നമുക്ക് നോക്കാം. ഇതാണ് വണ്ടി ഇങ്ങനെ ലോവർ ചെയ്ത് എത്താറുണ്ടാവും. അപ്പോൾ നമുക്ക് വടിയമ്പാട് ഒട്ടിച്ചിട്ട് അടുത്ത പീസും ഇത് ഉണങ്ങിയിട്ട് അടുത്ത പീസും വെക്കാം. എന്നിട്ട് ബമ്പറും വെക്കണം. കൂടെ നമ്മൾ ഈ ടയർ ഇവിടെ വെക്കുകയാണ് ഇത്തിരി വെയിറ്റിന് വേണ്ടി. അപ്പം അത് ഉണങ്ങിയിട്ട് മുന്നത്തും സൈഡത്തും വെച്ചിട്ട്, ഈ സൈഡ് ഉണങ്ങിയിട്ട് മറ്റേ സൈഡ് വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബമ്പർ ചെറുതായിട്ട് മാറ്റി. ഇതാണ് വെക്കുന്നത്. ബാക്കത്തെ ബമ്പർ ഇത്തിരി മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്തിരി മോഡിഫൈഡ് അല്ല, ഇത്തിരി കട്ട് ചെയ്താണ്. സൈഡൊക്കെ ഉണങ്ങി. അപ്പോൾ സൈഡ് ലുക്ക് അങ്ങനെയാണ്. നമുക്ക് ഈ ലുക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോ എടുക്കാനുള്ള വരാം. ഇതൊക്കെ ഇതുപോലെ നമുക്ക് ലോവർ ചെയ്യാം. ഇത്തിരി പൊന്തിയിട്ട്. അപ്പം സെറ്റ് ബാക്കും നമ്മൾ ഇതെല്ലാം വെക്കണ ഈ ബമ്പറാണ്. അപ്പം ഇതും സെറ്റ്. അപ്പം നമുക്ക് മുന്നിൽ എങ്ങനെ ഒട്ടിക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഇത് രണ്ടും ആവശ്യം വരും. ഇത് രണ്ടും ആവശ്യം വരും. അപ്പോൾ ഒട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് ഇങ്ങനെ ഒട്ടിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കും. ടയറൊക്കെ പെയിൻ്റ് അടിച്ച് നമുക്ക് ഗാരേജിൽ നിന്ന് ഒരു ടയർ എടുക്കാം, കട്ടപ്പുറത്ത് വെക്കാൻ. അപ്പം ഇങ്ങനെയാണ് തരാക്കുമ്പോൾ പതേ. അപ്പോൾ ഗൈസ്, ഈ ഒരു മറ്റേ പെയിൻറ് പോലെ ഇങ്ങനെ ഉണ്ടാവില്ലേ, എന്താ പറയുക ഇനി, പക്ഷെ അതിൻ്റെ പെട്ടിക്കില്ലേ, ചെറിയ പെട്ടി,
നമ്മളെ പെയിൻറ് ടിന്ന് പോലുള്ള ചെറിയൊരു പെട്ടി. അതിന് എത്ര ഉറുപ്പ്യാണെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഈ പശ ഇടയ്ക്കിടയ്ക്ക് തീർന്നു പോകും. അപ്പോൾ അതാകുമ്പോൾ റീലോഡ് ചെയ്യാമല്ലോ. ഇതാണെങ്കിൽ നല്ല പശയാണ്, വേഗം ഒട്ടും ചെയ്യും, നല്ല സ്ട്രോങ് ആണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ബസ്സൊക്കെ എറിഞ്ഞാലും പൊട്ടില്ല, അമ്മാതിരി സ്ട്രോങ് ആണ്. ഇത്തിരി ഉള്ളോട്ട് ഇത്തിരി താത്താലേ അത്ര മതി. തിരേരം പിടിച്ചേക്കണോ? ഓക്കെ. ഇങ്ങനെയായി സംഭവം. അയ്യോ സോറി. ഇത്തിരി പൊന്തിക്കുക, അല്ലെങ്കിൽ അടി തട്ടി തട്ടി അവസാനം പൊളിഞ്ഞു. തിരേരം പിടിച്ചേക്കാം. അതാണ് വണ്ടി. രസമായെങ്കിൽ കമൻറ്റ് ചെയ്യുക സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അടിപ്പോഴും തട്ടുണ്ട്, അപ്പം സെറ്റായി. ഇപ്പം തട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന് പച്ചയാണ് അടിക്കുക. ബാക്കിലും സെയിം. ഇതിന് ഇത്തിരി വലുപ്പം കൊടുത്തില്ലേ, ഇതും ഇങ്ങനെ വെക്കാം. അതിന് മുമ്പ് ഇതൊന്ന് ഇത്തിരി ചെറുതാകട്ടെ. ഇല്ലെങ്കിൽ ഇപ്പം ബമ്പർ ഇങ്ങനെയായി. ബമ്പർ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം, പക്ഷേ ടയർ അത്രയൊന്നും വരുന്നുണ്ട്, പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ സെയിം മെത്തേഡ്, സെയിം ഐഡിയ. ഇത്തിരി പൊന്തിക്കാം. പിടിച്ചേക്കാം. ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ വെച്ച് നോക്കാം. അങ്ങനെ റെഡി ആയാലോ. തിരേരം സെറ്റാവാൻ നോക്കാം. ഇത്തിരി ഭാരം കൊടുക്കാം നമുക്ക്. മുൻ ടയറല്ല, ടയർ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം അടി ഇങ്ങനെ സെറ്റാവും. അപ്പം കൂടെ നമ്മൾ ഇവിടെയും തേച്ച് കൊടുക്കാം. പൊടിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് കാണുന്നുണ്ട് അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ ഇവിടെയും അപ്പം ഇങ്ങനെയൊക്കെയുണ്ട്. ഇനി ഇവിടെ അയ്യോ
ഇവിടെ മിക്കവാറില്ല ഗൈസ്, ഈ അടുത്ത് ഈ സാധനം മിക്കവാറും ഊരണ്ടി വരൂല നല്ലപോലെ കൊണ്ടെടുക്കാമെങ്കിൽ, ഇല്ലെങ്കിൽ തട്ടിയും പൊളിഞ്ഞും ഒക്കെ വരും, ഇല്ലെങ്കിൽ വണ്ടി ഓടി ഓടി സ്കേർട്ട് പൊട്ടും. ഇത് ഉണങ്ങുന്ന വരെ കാത്തുക്കാം. എനിക്ക് പെയിൻ്റ് അടിച്ചെന്ന് കാണിച്ചിടാം. അപ്പോൾ ഗൈസ് വണ്ടി ലോറൊക്കെ ചെയ്ത് സെറ്റായി ബാക്കും ഞമ്പക്ക് ഇത് പെയിൻ്റ് അടിക്കാം. അപ്പം ഗാരേജിൽ നിന്ന് ബ്രഷ് എടുക്കാം. അപ്പം ബ്രഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലുള്ള കളർ തന്നെയാണ് അടിക്കുക, ബ്ലാക്ക് അല്ല. ഡാർക്ക് വെച്ചാണ്. അയ്യോ ഹെഡ് ലൈറ്റിലായി, പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ അടിക്കാം. കുറച്ച് നിലത്തൊക്കെ ഉണ്ട്, അങ്ങനെ തുടച്ച് ഞാൻ പോകും. അപ്പോൾ ഗൈസ് അടിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഫുള്ള് സെറ്റായിട്ടുണ്ട് വണ്ടി. ഇതാണ് ഫൈനൽ ഔട്ട്. സൈഡ് ഇതൊക്കെ അടിച്ച് ഫുള്ള് സെറ്റായി. ഇതാ ബാക്കും ഫുള്ള് സെറ്റായി. സ്പോയിലറും പാടി വെച്ചപ്പോഴേ സാധനം സെറ്റായി. അപ്പം ഇതിൻ്റെ ഫൈനൽ ഔട്ട് കാണിച്ചു തരാം. ബൈ.